ഞാൻ ലക്ഷ്മി. ഞാനിപ്പം SBI നിന്ന് റിട്ടയർ ചെയ്തു. അത് ഇതുവരെയും ലാസ്റ്റ് 2-3 months ബിഫോർ ഞാൻ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത് ബ്രൗണി ഒരു ആക്സിഡൻ്റലായിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കയറി വന്നത്. ആക്ച്വലി കല്യാണം കഴിയുന്നതിന് മുമ്പേ എനിക്ക് പട്ടികളെയൊക്കെ വളരെ പേടിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ എപ്പോഴും ഏതെങ്കിലും ഒരു അനിമൽ ഇല്ലാതെ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഞാൻ വരുമ്പോൾ 2 ഡോഗ്സാണ് ഉണ്ടായിരുന്നത്. അതൊന്ന് ടോഫി ആയിരുന്നു, ഒന്നൊരു പോംറേനിയൻ ടിഫാനി എന്നായിരുന്നു പേര്. പിന്നെയാണ് ഒരു ബ്രേക്ക് വന്നത്. ടിഫാനി പാസ്റ്റ് അവേ. അപ്പോൾ ടോഫി എന്നുള്ള പട്ടിയെ ഇടയ്ക്ക് വെച്ച് കൊടുത്തായിരുന്നു എൻ്റെ ഫാദറിനോ. ഇതൊക്കെ ഈ സമയത്താണ് ഞാൻ വരുന്നത്. അപ്പോൾ ടിഫി മാത്രമുണ്ട്. അപ്പോൾ ഇവരൊക്കെ കുട്ടികളായിട്ടിരിക്കുമ്പോൾ എനിക്കൊരു മോളും ഉണ്ട് മോനും ഉണ്ട്. അപ്പോൾ കുട്ടികളായിരിക്കുമ്പം ടിഫിയെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതൊരു പോംറേനിയൻ. അപ്പം ഒത്തിരി ഹെയറൊക്കെ വീഴ്ത്തി ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ എനിക്കതിനെ സത്യം പറഞ്ഞ പേടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐ ഗോട്ട് യൂസ്ഡ് ടു ഡോഗ്സ്. അത് കഴിഞ്ഞ് ടോഫി എന്നുള്ള ഒരു ആക്സിഡൻറ്റ് വന്നു ഞങ്ങളുടെ ലൈഫിൽ. അതൊരു വലിയൊരു ഇതായിരുന്നു. ഇവരുടെ ത്രൂ ഔട്ട് ദെയർ ഗ്രോയിങ് ഇയേഴ്സ് ടോഫി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ടോഫി ആഫ്റ്റർ 16-17 years ഈ പാസ്റ്റ് അവേ. അതിനുശേഷം വേറെ പട്ടി വേണ്ട, ബിക്കോസ് ഇറ്റ് വാസ് വെരി പെയിൻഫുൾ ഈ ടോഫിയുടെ ഒരു മരണം. അത് കഴിഞ്ഞപ്പോൾ വേണ്ടാന്നിരിക്കുമ്പോഴാണ് ഒരു 6 years ലേറ്റർ പെട്ടെന്നൊരു ദിവസം ഞങ്ങളുടെ ഒരു ബ്രീഡറുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ വിളിച്ചു പറഞ്ഞ ഒരു ഡാഷൻ്റ് വന്നിട്ടുണ്ട് അഡോപ്ഷന് വേണ്ടിയിട്ട് കൊണ്ടുവരാമോ എന്ന്. അപ്പം ഇവൻ പെട്ടെന്ന് എവിടെയോ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുവന്നിട്ട് അവൻ തിരക്കിലായിരുന്നു. വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് അമ്മ ഇതിന് നോക്കിക്കോ ഇനി നമ്മുടെയാന്ന് പറഞ്ഞിട്ട് പോയി. പേര് ബ്രൗണി ആണെന്നും പറഞ്ഞു. അഡോപ്റ്റഡ് ആയതുകൊണ്ട് ഓൾറെഡി നെയിംഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ പേരൊന്നും ഇട്ടില്ല. 1 year old ആയിട്ടാണ് വന്നത്. നേരെ വന്ന് ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ മടി കയറി ചാടി ഇതുപോലെ ഒന്നും ഇരിക്കുമായിരുന്നു. ഞാൻ ശരിക്കും പേടിച്ചു പോയി, കാരണം ഒരു പരിചയമില്ലാത്തൊരു പട്ടി. പിന്നെ ഇതുവരെ ഇല്ലാത്ത ഒരു സ്നേഹം എനിക്ക് ബ്രൗണിയോടുമുണ്ട് ഇപ്പോൾ. ബാക്കിയുള്ള ഡോഗ്സിനോടൊന്നും തോന്നാത്തൊരു പ്രത്യേകത. ഒന്നാമത് ഇതൊരു ഫീമെയിൽ ഡോഗാണ്. അതുപോലെ ഒരു പ്രത്യേക സ്വഭാവങ്ങളൊക്കെ ഉള്ളതാണ്. ഒരു വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡുണ്ട് ബ്രൗണിക്ക്. എന്നുവെച്ചാൽ ദേഷ്യം വന്നാലും പിണങ്ങിയിരിക്കും, പരിഭവം കാണിക്കും. അത് ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുമ്പേ വേറെ ഒരു ഇതിലും. ഒന്നും നമ്മൾ വഴക്ക് പറയുവാണെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് ചൊല്ലുവാണെങ്കിൽ മുഖം തിരിച്ചിരിക്കും, നമ്മളെ നോക്കത്തില്ല. അങ്ങനെ ഒരു സാധനമാണ്. ഭയങ്കരമായിട്ട് പെറ്റിങ് വേണം. പൊതുവേ ഒരു പേടിച്ച സ്വഭാവമാണ്. ഒത്തിരി പെറ്റ് ചെയ്യാനെന്ന് വെച്ചാൽ എത്ര നേരം വേണമെങ്കിലും കാണിച്ചു തരും. ഫുഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഫുഡ് തൊടാതെ തന്നെ നമ്മൾ അതിനെ പെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ടേ എടുത്ത് കഴിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഗ്രീഡില്ല. ഏറ്റവും കൂടുതൽ ഗ്രീഡുള്ളത് പെറ്റിങ്ങിനാണ്. ഒത്തിരി കൊഞ്ചിക്കണം, തടവി കൊടുക്കണം, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്ട്രേഞ്ചേഴ്സിനെ പേടിയാണ്. ചെറിയ ശബ്ദം കേട്ടാൽ തന്നെ കുരയ്ക്കും ഭയങ്കരമായിട്ട്. പിന്നെ ബ്രൗണിക്ക് ഇഷ്ടം ഫുഡ്, പാല് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കൊഞ്ചിച്ച് പാലും അമ്മം വേണമെന്ന് ചോദിച്ചാൽ ഓടി വരും. വീട്ടിനകത്ത് അധികം തുറന്നു വിടാറില്ല, കാരണം ഡേർട്ടി ആക്കും എന്നുള്ള ഒരു ഇതുകൊണ്ട്. കൊന്നാലും ഇടയ്ക്കിടയ്ക്ക് തുറന്നു വിടുമ്പോൾ എല്ലാ ചെയറിലും കയറിയിരിക്കും. ബെഡിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അധികം എൻകറേജ് ചെയ്യാറില്ല. നേരത്തെ അങ്ങനെ ആണെന്ന് തോന്നുന്നു 1 year വരെ വളർത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടെ ഇരിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം ഇരിക്കും. ഇപ്പോൾ ഒരു മെമ്പറിനെ പോലെ തന്നെയാണ്. ഞങ്ങളിപ്പം ലോങ് ടൂറൊക്കെ പോകേണ്ടി വന്നു. മോളുടെ ആവശ്യത്തിന് ജർമ്മനിയിലൊക്കെ പോകേണ്ടി വന്നപ്പം വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു ഇതിനെ വിടാൻ. അതിനൊരു മിസ്സിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. എന്നാലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നു. കോവളത്തൊരു സ്ഥലത്ത് കൊണ്ട് വിടുമായിരുന്നു ഞങ്ങൾ. അങ്ങനെ അതാണ് ബ്രൗണിയുടെ ഏറ്റവും. പക്ഷെ അതിന് ശേഷം ഷീസ് ഫൈൻ. തിരിച്ചു വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അതുപോലെ ഓഫീസിൽ നിന്ന് ഞാൻ വരുവാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കാണാൻ. കതവ് തുറന്ന് വിട്ടേ പറ്റൂ, ഒന്ന് കൊഞ്ചിക്കണം. സ്നേഹം ഒരുപാടാകും. ഇഷ്ടമുള്ള ഇതാണ്. ഒത്തിരി കൊഞ്ചിക്കുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ കൊഞ്ചിക്കാൻ വേണ്ടി ഇങ്ങനെ കിടക്കും, കമന്ന് കിടക്കും, നമ്മളടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ദേഷ്യപ്പെട്ടിട്ട് ഞാനൊരു ദിവസം ഒരു ചെറിയ അടിയൊക്കെ കൊടുത്തു. ഫസ്റ്റ് ഡേ വന്ന് ഒരു 2 ദിവസത്തിൽ അമ്മയുടെ അടുത്ത് പോയി ഉപദ്രവിക്കുമായിരുന്നു. അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ കിടക്കുമായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അടുത്ത് പോയി ബെഡിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ താഴെ വരാൻ പറഞ്ഞ് ഒരു അടി കൊടുത്തിട്ട് ഞാൻ മിണ്ടാതിരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വേഗം തിരക്കിൽ ഓഫീസിൽ പോകാൻ വേണ്ടി ഇരുന്നപ്പോൾ കുറച്ച് നേരം എന്നോട് പിണങ്ങി ആ ചെയറിൻ്റെ അവിടെ പോയി ഇരുന്നിട്ട് തിരിച്ച് പതുക്കെ വന്ന് ഇങ്ങനെ മൂക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു അപ്പോളജൈസ് ചെയ്യും പോലെ. അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും അപ്പോളജി. നേരത്തെയുള്ള പട്ടി ഉണ്ടായിരുന്നുണ്ട്. എന്നിട്ട് എന്നെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുമായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി ആക്ച്വലി ഐ എം സോറി എന്ന് പറയുന്നതായിരുന്നു.
അപ്പോൾ ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അന്ന് തൊട്ടാണ് സത്യം പറഞ്ഞ ബ്രൗണിയുടെ അടുത്ത് ഒരു ഭയങ്കര സ്നേഹം തോന്നിയത്. പിന്നെ അതുപോലെയാണ് പിണങ്ങിയിരിക്കും. പിന്നെ ഇടയ്ക്കൊരു വല്ലാത്തൊരു മൂഡ് കാണിച്ചിട്ടുണ്ട്. അത് പോസസീവ്, അതിൻ്റെ ആ ഒരു ഫീമെയിൽ ഡോഗ് ആയതുകൊണ്ട് ആ പീരീഡ്സിൻ്റെ സമയം ആ ഒരു ഇതാണെന്ന് തോന്നുന്നു. ആ സമയത്ത് പെട്ടെന്ന് പിണങ്ങി ഒരു ദിവസം ഒരു ബോളും പിടിച്ച് വെച്ചുകൊണ്ട് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല, തിരിച്ച് അകത്തും കയറി പോകത്തില്ല. ഞാൻ അടുത്ത് ചെല്ലുവാണെങ്കിൽ ഇങ്ങനെ പല്ല് കാണിച്ച് എന്നോട് ദേഷ്യം കാണിച്ച്. ഞാൻ ശരിക്കും പേടിച്ച് ഒരു മുറി പോയി അകത്തും ഇരിക്കുമായിരുന്നു, ഇവരെല്ലാം വരട്ടെ എന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാൻ ലീവായിരുന്നു. പുള്ളി ഭയങ്കര അറ്റാച്ച്ഡാണ്. ഇതിൻ്റെ ഫുള്ള് നോക്കുന്നത് മോനും ഹസ്ബൻഡുമാണ്. ഞാൻ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അധികമൊന്നും എനിക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റാറില്ല. പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ രാത്രിത്തെ ഫുഡൊക്കെ ഞാൻ ചിലപ്പോൾ കൊടുക്കും, അതൊക്കെ ഉള്ളൂ. എന്നാലും എൻ്റെ അടുത്ത് ഒരു ദേഷ്യം കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ തന്നെ ഇവൻ എന്തോ ആവശ്യത്തിന് എന്നെ വിളിച്ചപ്പോൾ മോനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ പിണങ്ങിയിരിക്കുവാണ്, ബ്രൗണി എന്തോ പേടിയാവുന്നു എനിക്ക്. അപ്പോൾ അവൻ ഉടനെ ഓടി വന്നു. പിന്നെ അത് ഷി വാസ് ഓൾ റൈറ്റ്. പക്ഷെ അതുപോലെ വേറൊരു ദിവസവും ഇതുപോലെ കാണിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി അതിൻ്റെ ഒരു മദേർലി ഇൻസ്റ്റിങ്ക്റ്റ് എങ്ങാണ്ടാണ്. ഒരു ബോൾ എടുത്ത് വെച്ചിട്ടാണ് നമ്മളെ അടുപ്പിക്കാതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ സ്പേയിങ് എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഷീ ഈസ് ജസ്റ്റ് ലൈക്ക് നോർമൽ. ആ ഒരു ഇത് കാണിക്കാറില്ല മൂഡ്. പക്ഷേ പിണങ്ങിയാൽ പോയി. പുള്ളി ഒരു ദിവസം വഴക്ക് പറഞ്ഞു, അടുത്ത ദിവസം രാവിലെ വരെയും ആ ദേഷ്യം, ഭയങ്കര ദേഷ്യം. പിന്നെ എലിയെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വയലൻ്റ് ആവും. അത് പിടിച്ചിട്ടേ അടങ്ങുള്ളൂ. പിടിച്ചാലാണെങ്കിൽ അതിനെങ്ങനെ ആ കില്ലിങ്ങനെ വെച്ചിട്ട് നമ്മളെ അടുപ്പിക്കത്തില്ല. പ്രൊട്ടക്റ്റിങ് അസ് ഫ്രം അത് ഇങ്ങനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ടോഫിയുടെ അടുത്തൊന്നും ഇതുപോലത്തെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ല. ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ജീവി അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ തന്നെ കണ്ടുപിടിക്കും. പല്ലിയായാലും പാറ്റയായാലും ഭയങ്കര വയലൻ്റ് ആവും ബ്രൗണി. അതിനെ പിടിച്ചിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനെ ഓട്ടിച്ച് വിടണം. കണ്ണിൻ്റെ അവിടെ നിന്ന് മറയണം അത്. ഞങ്ങൾ ലൈറ്റ് ഇടാതെയൊക്കെ ഇരിക്കും ചിലപ്പോൾ പല്ലി വരുവാണെങ്കിൽ ആ ഏരിയയിലെങ്ങാനും. രാവിലെ എണീക്കുമ്പോൾ ഫസ്റ്റ് കാണുന്നത് എന്നെ തന്നെയാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടെ ബ്രൗണി കിടക്കുന്നത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ബാത്റൂം. അപ്പം ഞാൻ അവിടെ പോയി ബ്രഷ് ചെയ്യാൻ പോകണമെങ്കിൽ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കും. നന്നായിട്ട് അറിയാം ഞാൻ ബ്രൗണിയെ രാവിലെ കൊഞ്ചിക്കത്തില്ല, സമയമില്ല എനിക്ക്. അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറി ഒരുപാട് പണിയുള്ളതുകൊണ്ട് ഞാനൊന്ന് ബ്രൗണി ഹായ് എന്ന് പറഞ്ഞിട്ട് നേരെ പോകും. അപ്പോൾ എന്നെ വെറുതെ കിടന്നുകൊണ്ട് ഇങ്ങനെ ഒരു നോട്ടമുണ്ട്, അല്ലാതെ എണീക്കൊന്നുമില്ല. ഞാൻ വീണ്ടും രണ്ടാമതൊരു പ്രാവശ്യം എന്തെങ്കിലും മറന്നുപോയി എന്ന് പറഞ്ഞ് ബാത്റൂമില്ല സൈഡിലോട്ട് വരുവാണെങ്കിൽ എണീറ്റ് ഇങ്ങനെ ഇരിക്കും, എന്ത് പറ്റി എന്നുള്ള രീതിയിൽ. അതിനെല്ലാം അറിയാം നമ്മുടെ സിസ്റ്റം. ഫസ്റ്റ് തിങ് അതിന് ഞങ്ങൾക്ക് കോഫി എടുക്കുമ്പോൾ തന്നെ ഇതിന് ഒരു ഗ്ലാസ് പാലെടുക്കും. പാലെടുത്ത് വെള്ളമൊഴിച്ച് ഞാൻ ഇച്ചിരി വെള്ളമൊഴിച്ച് ഡൈല്യൂട്ട് ചെയ്താൽ കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ടേബിളിൽ വെച്ചിട്ട് തണുക്കണമല്ലോ, തണുക്കാൻ വെച്ച് കഴിയുമ്പോൾ തന്നെ ഇവിടെ അറിയാം അതിന് പാലെടുത്തു എന്ന്. പിന്നെ ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് മൂക്ക് കൊണ്ട് ഇങ്ങനെ വെക്കും, ഫുഡ് റിക്വസ്റ്റ് ചെയ്യുന്നതിൻ്റെ രീതിയിൽ. അച്ഛനാണ് പാല് ഒഴിച്ചു കൊടുക്കുന്നത് ക്ലീൻ ചെയ്തിട്ടൊക്കെ. അപ്പോൾ അത് അച്ഛനെ നോക്കിയിരിക്കും. പിന്നെ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുന്ന ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്നു ചപ്പാത്തി വാങ്ങിച്ച് കഴിക്കും. ഓരോന്ന് അത് ഇപ്പോൾ ക്രേസ് എന്നാലും ഉണ്ട്. 2-3 ചപ്പാത്തി കഴിക്കും. അത്രയും കൊടുക്കത്തില്ല, വെയിറ്റ് വയ്ക്കും എന്ന് പറഞ്ഞ് ഭയങ്കര സ്ട്രിക്റ്റാണ് ഞങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിൽ. ഇടയ്ക്കൊന്നും കൊടുക്കാറില്ല. ഡാക്ഷൻ്റെ വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ലേ, അത് കാരണം. പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഇത് കൊടുത്തോണ്ടിരുന്നു പെഡിഗ്രി. ഇപ്പോൾ അത് മാറ്റി ഡ്രൂൾ എന്നുള്ള അതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡ്രൂൾ ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് നോൺ വെജും എല്ലാം ഉണ്ട്. മുട്ട ഇഷ്ടമാണ്, പക്ഷേ വെറുതെ കൊടുത്താൽ അത്ര താല്പര്യമില്ല. ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് മോൻ റെഡിയാക്കി കൊടുക്കും, അതിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ ബുൾസൈ ആക്കി കൊടുക്കാറുണ്ട്, അത് ഇഷ്ടമാണ്. ഭയങ്കര ഒരു നോൺ വെജ് ക്രേസോ അല്ലെങ്കിൽ ഫുഡിന് ഭയങ്കര ആർത്തിയൊന്നുമില്ല, കുറച്ച് ക്വാണ്ടിറ്റിയേ കഴിക്കത്തുള്ളൂ. പക്ഷേ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ താല്പര്യം, ചിലപ്പോൾ കഴിക്കും. വാട്ടർമെലൻ ഇന്നലെ ഒരു പീസൊക്കെ കൊടുത്തപ്പോൾ കഴിച്ചു, അങ്ങനെ വല്ലപ്പോഴും. അപ്പോൾ നമ്മളെന്തെങ്കിലും കാര്യത്തിന് പിള്ളേർ വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്തെങ്കിലും പറഞ്ഞൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഇത് വരുമ്പോഴാണ് ഞങ്ങളുടെ ഇത് ബ്രേക്കാവുന്നത്, ഐസ് ബ്രേക്കറാണ് ശരിക്കും. അത് പലപ്പോഴും ബ്രൗണിയെ കുറിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മൂഡ് ലിഫ്റ്റാവും. പിന്നെ ബ്രൗണിയെക്കുറിച്ചായിരിക്കും ബ്രൗണിയുടെ അടുത്തുള്ള കൊഞ്ചലും എല്ലാം ആകുമ്പോൾ എന്തെങ്കിലും പിണക്കങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാം അങ്ങ് മാറിപ്പോവും. അത് ശരിക്കും നല്ല ഒരു ഇതാണ്. എനിക്കൊന്ന് പെറ്റ്സ് എല്ലാം തന്നെ അതിന് ഹെൽപ്പ് ചെയ്യും. ബ്രൗണിക്ക് എന്തെങ്കിലും ഒരു ദിവസം അസുഖം, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പല്ലി പാറ്റയുടെയൊക്കെ പിറകെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചേക്കും, കഴിക്കും. എന്തെങ്കിലും അഴുക്ക് എന്തെങ്കിലും പ്ലാസ്റ്റിക് ചൂ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് ചിലപ്പം. അങ്ങനെ വല്ലതും ചെയ്ത് ഇത് ഫുഡ് കഴിക്കാതെ ഒരു ദിവസം കിടക്കും. അപ്പോൾ എല്ലാവരും വറീഡാണ്, അത് മോൻ പ്രത്യേകിച്ചും. അവന് പിന്നെ ഭയങ്കര എഫെക്ഷനാണ് ഇതിൻ്റെ അടുത്ത്. അപ്പോൾ
അവനങ്ങ് ഭയങ്കരമായിട്ട് ഒരു ദിവസം അയ്യോ അത് കഴിക്കുന്നില്ല പക്ഷെ എനിക്കിപ്പോൾ അറിയാം ഈ ഒരു ടെൻഡൻസി ആണെന്ന്. അപ്പോൾ അത് അന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്കെല്ലാം തന്നെ മൂഡ് ഒരു ഇതാവും, നേരെ കഴിച്ചില്ലല്ലോ ആഹാരം എന്നുള്ള ഒരു സങ്കടം വരും. പിന്നെ ശരിയായിക്കോളും, തനിയെ അത് ഹീലായിക്കോളും. ഇങ്ങനെ പട്ടിണി കിടന്ന് ശരിയാക്കാൻ കഴിവാണല്ലോ ആനിമൽസിന്. നമ്മളെപ്പോലെ പിന്നെയും കഴിക്കുകയൊന്നുമില്ല, അതുകൊണ്ട് അതിന് വേഗം ക്യൂറാവും. ഇതുവരെ അതാണ് ആ വെജിറ്റേറിയൻ ഫുഡും. പിന്നെ ഞങ്ങളൊരു ചോക്ലേറ്റ് പോലും കൊടുക്കത്തില്ല, അതെന്ന് വെച്ചാൽ അതിന് ആ ഒരു ആഗ്രഹം വരണ്ട എന്നുള്ള രീതിയിൽ. കഴിക്കുമ്പോൾ വന്ന് നിൽക്കും. ഒരു പ്രാവശ്യം പറ്റിച്ചു, ഞങ്ങൾ ടേബിളിൽ കയറി കുറേ സ്വീറ്റ്സ് അങ്ങ് കഴിച്ചു. ആർക്കോ വേണ്ടി വെച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞതേ ഉള്ളൂ. തിരിച്ചു വന്ന് നോക്കുമ്പോൾ പ്ലേറ്റ് കാലിയായിരുന്നു. 2-3 ബാദുഷ ഒരേ സമയത്ത് കഴിച്ചു. പിന്നെ അടുത്ത ദിവസം ഒന്നും കഴിക്കാതെ കിടക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഒരുപാട് ഫൺ മൊമെൻറ്റ്സ് ഒരുപാടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഹൈഡ് ആൻഡ് സീക്കൊക്കെ കളിക്കാറുണ്ട്. ഫൈൻഡ് പറഞ്ഞാൽ ഓടിപ്പോയി തപ്പി നോക്കും, ഡോറിൻ്റെ പിറകെ പോയി ഒളിക്കും മോന്. അപ്പോൾ അത് കഴിഞ്ഞ് ഫൈൻഡ് ആനന്ദ് ബ്രൗണി എന്ന് പറഞ്ഞാൽ ഓടും കണ്ടുപിടിക്കാൻ. അത് ഭയങ്കര ഇഷ്ടമുള്ള കളിയാണ്. ബ്രൗണി സത്യം പറഞ്ഞാൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ദേഷ്യമായിരുന്നു. കാരണം ഞാൻ പറയുകയുണ്ടായി, ബ്രൗണി അല്ല നമുക്കിനി ഒരു പട്ടി വന്നാൽ നമുക്കിങ്ങനെ ട്രാവലിംഗ് ഇനി ഒരുപാട് വേണ്ടി വരും, ബിക്കോസ് മോളിപ്പോൾ ജർമ്മനിയിലല്ലേ, അപ്പോൾ അങ്ങനെ പോകേണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും പെട്ടെന്നാണല്ലോ ഈ അഡോപ്ഷൻ ആയതുകൊണ്ട് അച്ഛനും മോനും കൂടി പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ ആദ്യം വാസ് വെരി റിലക്റ്റൻറ്റ്, പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ പറ്റില്ല. ഒരുപാട് ഇഷ്ടമാണ്. ഇത് ഇത്ര നേരം വേണമെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഇത് കണ്ടില്ലേ, കുറേ നേരം നമ്മുടെ മടിയിലിരിക്കുക. ഇങ്ങനെ എല്ലാ പട്ടികളും ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.